സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കക്ഷിയാണ് കവി സച്ചിദാനന്ദൻ. അദ്ദേഹം ഒരു അഭിപ്രായം സർക്കാരിനെതിരെ വളരെ ദുഷിച്ചു പോയിരിക്കുന്നു ഈ സംവിധാനം എന്ന് തന്നെയാണ് അദ്ദേഹം ഒരുപാട് വരികളിലൂടെ പറഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ല ഒരു 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 കവിയോ ഒരു എഴുത്തുകാരനോ കേരളത്തിൽ സർക്കാരിൻ്റെ ചില അധികാര ദുഷ്പ്രഭുത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എം ടി വാസുദേവൻ നായർ മരണത്തിന് മുമ്പ് അദ്ദേഹം ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തിപൂജ, അധികാര ദുർവിനിയോഗം ഇതൊക്കെ കുഴപ്പമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് കവി സച്ചിദാനന്ദൻ വ്യത്യസ്തമാകുന്നത് സച്ചിദാനന്ദൻ ഈ സർക്കാരിൻ്റെ ഭാഗമാണ്, സാഹിത്യ അക്കാദമിയുടെ തലവനാണ്. അദ്ദേഹം ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ബാക്കി പുറത്തുനിന്നുള്ളവർ പറയുന്ന പോലെ അല്ല സച്ചിദാനന്ദൻ CPM വളരെ അടുത്ത് നിൽക്കുന്ന, അവരുടെ സർക്കാരിനകത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ ഈ വരി, അധികാരത്തിലിരുന്നാൽ പാർട്ടി ദുഷിക്കും, അപ്പോൾ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ പാർട്ടി നന്നാവും, ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒരു വേറൊരു വാദമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് കറക്റ്റ് ചെയ്യാൻ വേറെ സംവിധാനമുണ്ട്. അത് പാർട്ടി നന്നാവോ ഇരിക്കുന്നുള്ള പാർട്ടിയുടെ വിഷയമാണ്. ഒരു സംവിധാനം ദുഷിച്ചാൽ അതിനെ മാറ്റാനാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലൂടെ അഗ്നിശുദ്ധി തെളിയിച്ച് അവർ തിരിച്ച് വീണ്ടും വരികയാണെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാർക്ക്. അപ്പോൾ തെരഞ്ഞെടുപ്പിലാണ് അത് തെളിയിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ഇടതുമുന്നണി സർക്കാർ ഒരുപാട് തേനും പാലും ഒഴുകിയ വിവാദങ്ങളില്ലാത്ത കാലമൊന്നും ആയിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കോൺട്രവേഴ്സികൾ, അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ 91-ൽ 99 സീറ്റ് നേടി CPM ജയിച്ചു വന്ന ചരിത്രമുണ്ട്. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തോറ്റ ചരിത്രമുണ്ട്. ഇപ്പോൾ തദ്ദേശത്തിൽ തോറ്റ ചരിത്രമുണ്ട്. അപ്പോൾ ഓരോ സമയത്തും പാർട്ടിയെക്കുറിച്ച്, പാർട്ടി നയിക്കുന്ന സർക്കാരിനെക്കുറിച്ച്, അല്ലെങ്കിൽ മുന്നണി നയിക്കുന്ന സർക്കാരിനെക്കുറിച്ച് കൃത്യമായ വിശകലനം തെരഞ്ഞെടുപ്പുകളിലുണ്ടെന്നേ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നായിരിക്കില്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ പാർട്ടി തോക്കണം എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ എന്തായാലും അധികാരം ആപത്ത് എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ, അധികാരം ആപത്താണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ചരിത്രം.